എന്താണ് മൊമെന്റം? സഞ്ചരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിലേക്ക് ഉണ്ടാക്കുന്ന ആഘാതത്തെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു: ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലർ മൊമെന്റം. ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആകുന്നു P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആകുന്നു L ഈസ് ഈക്വൽ ടു R ഇൻറ്റു P അല്ലെങ്കിൽ L ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഒമേഗ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു mv മൈനസ് mu/t ആകുന്നു. മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആകുന്നു. അതുകൊണ്ട് തന്നെ മൊമെന്റത്തിന്റെ വാല്യൂ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ വരാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രകാരം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം F ഈക്വൽ ടു ma ആകുന്നു. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്നത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആകുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നു. ന്യൂട്ടൺസ് സെക്കൻഡ് ലോയെ ലോ ഓഫ് മൊമെന്റം എന്ന് പറയുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രകാരം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F പ്രപ്പോർഷണൽ ടു dp/dt ആകുന്നു. ഇവിടെ രണ്ട് കേസസ് ഉണ്ട്. മാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കേസുണ്ട്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. മാസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ F ഈക്വൽ ടു ma എന്ന് എഴുതാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ F ഈസ് ഈക്വൽ ടു v ഇൻറ്റു dm/dt എന്ന് എഴുതാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന കേസസ് ആകുന്നു റോക്കറ്റ് പ്രൊപ്പൽഷൻ, അതുപോലെ കൺവെയർ ബെൽറ്റ്. ഈ കേസസിലൊക്കെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ F ഈസ് ഈക്വൽ ടു v ഇൻറ്റു dm/dt എന്ന് എഴുതാം. ഒബ്ജക്റ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ F ഈസ് ഈക്വൽ ടു m ഇൻറ്റു dv/dt എന്ന് വരും. അവിടെ വെലോസിറ്റി വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ F ഈസ് ഈക്വൽ ടു m ഇൻറ്റു a എന്ന് എഴുതാം. ന്യൂട്ടൺസ് തേർഡ് ലോയിൽ ആക്ഷനും റിയാക്ഷനുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആക്ഷനും റിയാക്ഷനും ഒരേ സമയം ഡിഫറൻറ്റ് ഒബ്ജക്റ്റിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത് എന്ന് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നു. ആക്ഷനും റിയാക്ഷനും ഒരേ സമയം ഡിഫറൻറ്റ് ഒബ്ജക്റ്റുകളിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ആക്ഷനും റിയാക്ഷനും പെയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും ന്യൂട്ടൺസ് തേർഡ് ലോയിൽ പറയുന്നു. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് FAB ഈസ് ഈക്വൽ ടു മൈനസ് FBA എന്ന് എഴുതാം. FAB കൊണ്ട് ഉദ്ദേശിക്കുന്നത് B എയിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്നാണ് FAB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. FBA എന്ന് പറഞ്ഞാൽ A Bയിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്നാണ് FBA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് അതിൻ്റെ റിയാക്ഷൻ ആകുന്നു. ആക്ഷൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടാകും. ഓക്കെ, FAB എന്ന് പറയുന്നത് ആക്ഷൻ ആയിട്ട് എടുത്താൽ FBA റിയാക്ഷൻ ആകും. ഇനി FBA റിയാക്ഷൻ ആയിട്ട് എടുത്താൽ FAB ആക്ഷൻ ആകും. ഓക്കെ, റോക്കറ്റുകൾ മുകളിലേക്ക് പോകുന്ന വെലോസിറ്റിയെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നു. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്നത് 11.2 km/s ആകുന്നു. എന്നാൽ മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്നത് 2.3 km/s ആകുന്നു. 1 ന്യൂട്ടൺ എന്ന കേസിൽ മാസ് 1 ആയിരിക്കും, ആക്സലറേഷൻ 1 ആയിരിക്കും. ഫോഴ്സ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം. F ഈസ് ഈക്വൽ ടു -5 ന്യൂട്ടണോ അല്ലെങ്കിൽ -10 ന്യൂട്ടൺ നമുക്ക് എഴുതാവുന്നതാണ്. ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത് എങ്കിൽ F ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്നാൽ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ കേസായിട്ട് സെപ്പറേറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടതില്ല. റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു -5 ന്യൂട്ടൺ എഴുതേണ്ടതില്ല. റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. എന്നാൽ ഫോഴ്സ് ആയിട്ട് മാത്രം എഴുതുമ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം.